യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചനുഭവമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, പക്ഷെ എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ അത് വലിയൊരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിലെ. നമ്മുടെ ഈശോ എന്തു പാവമാണെന്നും നമ്മളെയൊക്കെ എത്ര അധികമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നും നമ്മുടെ ഒരു കുഞ്ഞി ആഗ്രഹത്തെ പോലും ഈശോ എത്രമാത്രം പരിഗണിക്കുന്നുവെന്നും എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കൊച്ചനുഭവമാണത്. നമ്മൾ ഈശോയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഒരു കുഞ്ഞി ആഗ്രഹം പോലും ഈശോയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നേ. അത്ര ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചനുഭവം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പോഴാണ് ഞാനത് ഓർത്തത്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പവിത്ര മേലങ്കി പ്രാർത്ഥനയുടെ പുസ്തകം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കത് വീട്ടിലെത്തിച്ച് കിട്ടുമെന്നും ഒരു നമ്പർ ഞാൻ കൊടുത്തിരുന്നു. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് ഞാൻ ഒരു നമ്പറാണല്ലോ കൊടുത്തത്. അപ്പോൾ ആ നമ്പറിലോട്ട് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുപോലെ കോള് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അവരെനിക്ക് മറ്റൊരു നമ്പർ കൂടി തന്നിട്ടുണ്ട്. ഇനിയും വിളിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇനി തരുന്ന നമ്പറിൽ കൂടെ വിളിക്കുക മറ്റേതിലും വിളിക്കാം. നിങ്ങൾക്ക് ഈ നമ്പറും കൂടെ നിങ്ങൾ എഴുതി വെച്ചോളൂ. മറ്റേതിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം 9605770004 ഈ നമ്പറും കൂടെ നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. എന്നിട്ട് ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു കൊച്ചു ദൈവാനുഭവം പങ്കുവയ്ക്കാവേ. ഒരിക്കൽ ജോലിയൊക്കെ ചെയ്ത് ഞാൻ മടുത്തിരിക്കുന്ന സമയം, അതൊരു ഉച്ച സമയം, കഴിക്കാനായിട്ട് ഫുഡൊന്നുമില്ല, ഉണ്ടാക്കണം. അതിനായി കിച്ചണിൽ കയറി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന സമയം എൻ്റെ കിച്ചൺ ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ അതാ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനും ചേച്ചിയും 3 മക്കളും പുറത്ത് ടേബിളും ചെയറും ഒക്കെ ഇട്ടിരുന്ന് അവർ ഷവർമ കഴിക്കുന്നു. അവർ സംസാരിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എനിക്ക് നന്നായി കാണാനും കേൾക്കാനും സാധിക്കും. ഇവിടെയൊക്കെ അടുത്തടുത്താണ് വീടുകൾ. ഞാൻ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് താഴെയുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഇരുന്നാൽ പോലും കേൾക്കാനും ഒക്കെ പറ്റും. പ്രിയ കൂട്ടുകാരെ, എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഈ ഷവർമ. പുറത്തു പോകുമ്പോഴൊക്കെ ഞാനിത് വാങ്ങി കഴിക്കാറുമുണ്ട്. അന്നൊരു കൊറോണ ടൈം ആയതിനാൽ പുറത്തേക്കൊന്നും ഞാൻ അങ്ങനെ ഒത്തിരി പോകാറില്ലായിരുന്നു. ഈ വില്ലേജിൽ തന്നെയുള്ള കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് നമ്മളൊക്കെ മനുഷ്യരല്ലേ. പെട്ടെന്ന് എൻ്റെ ഉള്ളിലും ഷവർമ കഴിക്കാനായിട്ടൊരാഗ്രഹം തോന്നി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത്. ഒത്തിരി നാളായി ഞാൻ കഴിച്ചിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിനോട് പറഞ്ഞു, ഇതാ നോക്കി, ഇവരൊക്കെ ഷവർമ കഴിക്കുന്ന കാണുമ്പോൾ എനിക്കും കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുക. എൻ്റെ ഫേവറേറ്റ് ആണെന്ന് നിനക്കറിയാലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഉള്ള ചോറും കറികളും ഒക്കെ കഴിച്ച് നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ അവളുടെ കേൾക്കെ തന്നെ ഞാൻ നമ്മുടെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇപ്പം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എൻ്റെ അച്ചാച്ച എന്നെ ഇപ്പം തന്നെ കടയിൽ കൊണ്ടുപോയി എനിക്കിത് വാങ്ങി തരുമായിരുന്നല്ലോ. പക്ഷേ എനിക്ക് ഇവിടെ അതിനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ലല്ലോ ഈശോയെ. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഷവർമ കഴിക്കണം ഈശോയെ. എവിടുന്നെങ്കിലും എനിക്കൊരു ഷവർമ കൊണ്ടു തരാമോ, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈശോയെ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ ഈശോയോട് ഇങ്ങനെ മനസ്സിൽ എൻ്റെ ആഗ്രഹം, ഇങ്ങനെ ഞാൻ മനസ്സിൽ തോന്നിയ ആഗ്രഹം ഞാനിങ്ങനെ ഈശോയോട് ഉറക്കെ പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരി എന്നെ കളിയാക്കി ചിരിച്ചു. അവൾ ക്രിസ്ത്യൻ അല്ല പക്ഷേ ഞാൻ ഈശോയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അവൾ കാണാറുമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് കുക്കിങ്ങൊക്കെ തുടർന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ ദാ ഈശോയുടെ രൂപത്തിൽ ഒരാൾ ഷവർമയുമായി നിൽക്കുന്നു. വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി കാണുമല്ലേ? ശരിക്കും ഇത് സംഭവിച്ചതാണ് കൂട്ടുകാരെ. ആരാണോ വന്നതെന്നല്ലേ? ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് കൂട്ടുകാരി ഉണ്ടായിരുന്നു എനിക്ക് അവിടെ വെച്ച്. അവൾ ഈ രാജ്യത്തെ ആളാണ് മലയാളിയല്ല. അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ ഈ വില്ലേജിൻ്റെ താഴെയുള്ള റോഡിലൂടെയാണ്. ഏതാണ്ട് 1 വർഷത്തോളമായി ഞങ്ങൾ കണ്ടിട്ട്. ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് അവൾ എന്നെ ഒന്ന് കാണാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങൾ കാണുമ്പോൾ ഏതാണ്ട് 1 വർഷത്തോളമായിരുന്നു ഞങ്ങൾ കണ്ടിട്ട്. ഇതിൽ കടന്നു പോയപ്പോൾ
അവൾ വിചാരിച്ചു എൻ്റെ അടുത്തുകൂടി ഒന്ന് കയറി ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് പോകാമെന്ന് അവൾ കരുതി. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ, അതും ഉച്ച സമയം. അപ്പോൾ വരുന്ന വഴിക്ക് അവളൊരു ഹോട്ടലിൽ കയറി. അവൾ അവളുടെ വീട്ടിലേക്ക് കുട്ടികൾക്കും ഹസ്ബൻഡിനുമൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പാഴ്സലൊക്കെ വാങ്ങി. അങ്ങനെയാണ് അവൾ പോരുന്നത്. അപ്പോൾ കാറിൽ ഇതെല്ലാം വാങ്ങി കാറിൽ ചെന്നിരുന്നപ്പോൾ പെട്ടെന്ന് അവൾ പറയണം, അവളുടെ ഉള്ളിൽ തോന്നുകയാണെന്ന്, നീ നിൻ്റെ കൂട്ടുകാരിയുടെ അടുത്തും കയറുന്നുണ്ടല്ലോ, അവൾക്കും വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകൂ എന്ന് അവൾക്ക് ശക്തമായിട്ട് അവളുടെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ അവൾക്ക് തോന്നിയെന്ന്. അപ്പം അവൾ അവളുടെ വീട്ടിലേക്കുള്ള ഫുഡെല്ലാം വാങ്ങി കാറിൽ വന്നിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം അവൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലെന്ന് അവൾ പറയുന്നു. അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, എനിക്കും കൂടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകുമെന്ന്. അപ്പോൾ അവൾക്കറിയാം എനിക്ക് ഷവാർമ ഇഷ്ടമാണെന്ന്. അവൾ വീണ്ടും തിരിച്ച് കാറിൽ നിന്നിറങ്ങി കടയിലേക്ക് പോയി. എനിക്ക് വേണ്ടിയിട്ട് അവളൊരു ഷവാർമയും വാങ്ങിക്കൊണ്ടാണ് വന്നിട്ട് എൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടിയത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ കൂട്ടുകാരെ, ഞാനിവിടെ ഈശോയോട് എൻ്റെ ആഗ്രഹം ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ആ സമയം തന്നെ ഈശോ അവളുടെ ഉള്ളിൽ തോന്നിച്ചത് കണ്ടോ, എനിക്കും കൂടി അത് വാങ്ങിക്കൊണ്ട് വരാൻ. ഇവളീ പൊതി എൻ്റെ കയ്യിലേക്ക് നീട്ടുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അവൾ പറഞ്ഞു, നിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് ഷവാർമ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇതെൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ ഞാൻ കരഞ്ഞുപോയി. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹമോർത്ത് ഞാൻ കരഞ്ഞതാണ്. എന്നിട്ടും അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരി അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. എനിക്ക് സങ്കടം കൊണ്ട് അവളോടൊന്നും അങ്ങോട്ട് പറയാനായിട്ട് പറ്റണില്ല. ശരിക്കും ഞാൻ അന്ന് ആ സമയത്തിരുന്ന് ചിന്തിച്ച്, ഈശോയ്ക്ക് എന്തോരം സ്നേഹമാണ് എന്നോടെന്ന്. കാരണം ഞാൻ ആ ഒരു കുഞ്ഞു കാര്യം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈശോ അവളുടെ അടുത്ത് പോയി പറഞ്ഞെനിക്കത് സാധിച്ചു തന്ന് നിങ്ങൾ കണ്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇതെല്ലാം ഇവളോട് അപ്പോഴാണ് അവൾ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കുമുള്ള ഫുഡാണ് ആദ്യം വാങ്ങിയതെന്നും പിന്നീട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ആരോ ഇരുന്നുള്ളിൽ പറയുന്നത് പോലെ ശക്തമായൊരു പ്രേരണ, നിനക്കും കൂടി വാങ്ങാൻ, അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയതെന്നുമൊക്കെ എൻ്റെ കൂട്ടുകാരി പറയുകയാണ്. ഒന്ന് ഓർത്തു വയ്ക്കേ, ഇതിനല്ലേ കൂട്ടുകാരെ നമ്മൾ അത്ഭുതം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈശോ എന്നെ കരയിപ്പിച്ച് കളഞ്ഞ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഈശോ ശരിക്കും അറിയുന്നുണ്ട്, ഈശോ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ കാര്യം ഈശോ കേൾക്കുന്നുണ്ട് എന്നതിന് എനിക്ക് ഈശോ തന്ന തെളിവായിരുന്നു അത്. അന്ന് ഞാൻ ഒത്തിരി പേരോട് ഈ കാര്യം വിളിച്ച് ഞാനത് പറയുകയും ഒത്തിരി പേരോട് ഞാനിത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. എനിക്കറിയാം എൻ്റെ കൂട്ടുകാരൊക്കെ ഇന്നിത് കേൾക്കുമ്പോൾ അവർക്കറിയാം ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങളിൽ ചില വാശികളും കുറുമ്പുമൊക്കെ ഈശോയോട് കാണിക്കാൻ കേട്ടോ. നമ്മുടെ ചില വാശികൾക്ക് മുമ്പിലെ ഈശോ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോറ്റു തരും. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു 10,000 മടങ്ങ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് ചെറിയ കാര്യങ്ങളിൽ കൂടിയാണെങ്കിൽ നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈശോ എന്ത് പാവമാണ്. നമ്മൾ ഈശോയെ ഒത്തിരി സ്നേഹിച്ചാൽ മാത്രം മതി, ഈശോ നമ്മളെ ഒരുപാട് തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കും. നമ്മൾ സ്നേഹിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം മുഴുവനും എനിക്കൊരിത്തിരി ഫ്രീ കിട്ടിയാലും ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം അതിന് ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിനായിരിക്കാം ഈശോ ഇതുപോലത്തെ സർപ്രൈസുകളൊക്കെ നൽകി ഈശോ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നതെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. ഞാനിത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് ഫ്രണ്ടായിട്ട് ഈശോനെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റണം. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈശോ തരും. കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പക്ഷേ ഒരു കുഞ്ഞു കാര്യമായിട്ട് തോന്നാം, ഇതാണ് വലിയ സംഭവം എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷേ അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് വന്നു ചേരുമ്പോൾ നമുക്കതൊരു വലിയ ദൈവാനുഭവമായിട്ട് തോന്നും. ഇതുപോലത്തെ
ഒത്തിരി അനുഭവങ്ങളിലൂടെ ഈശോ കടത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തരം അനുഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഫുഡിൻ്റെ കാര്യമല്ല, മറ്റെന്തും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച അതേ സമയം തന്നെ ഈശോ നിങ്ങളുടെ മുമ്പിൽ അത് എത്തിച്ച് തന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.